പക്വതയില്ലായ്മയാണോ അറിവില്ലായ്മയാണോ ഇതിനൊക്കെ അടിസ്ഥാനം എന്നത് നാട്ടുകാർ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉയരുന്ന ഒരു വിഷയമുണ്ട്. ശ്രീ PR ശിവശങ്കറിലേക്കാണ്. ശ്രീ ശിവശങ്കർ, ഇപ്പോൾ ഭാരതത്തിന് വിരുദ്ധമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാനെ ആക്രമിച്ചു. അപ്പം നമുക്ക് വളരെ കൃത്യമായി അറിയാം, ഭീകരതാവളങ്ങൾ നോക്കിയാണ് നമ്മുടെ ആക്രമണമുണ്ടായത്. പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങൾ വേറൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട്. ആ നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് പിന്നിൽ വളരെ കൃത്യമായ പാകിസ്ഥാൻ്റെ ഇടപെടലുണ്ട്. നോക്കൂ, ചില അന്തർദേശീയ മാധ്യമങ്ങളുടെ ചില കറസ്പോണ്ടൻസിൻ്റെ പേരുകൾ എടുത്തു നോക്കിയാൽ പാകിസ്ഥാനി ജേർണലിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നിക്കി ഏഷ്യ, CNN, ന്യൂയോർക്ക് ടൈംസ്, അതുപോലെ റോയിട്ടേഴ്സ്, ബ്ലൂംബർഗ്, WSJ, റോയിട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പാകിസ്ഥാനി ജേർണലിസ്റ്റുകളാണ്. ഇവർ പടച്ചുവിടുന്ന വാർത്തകൾ എത്രത്തോളം ഇന്ത്യ വിരുദ്ധമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ നിലപാട് ഭീകരതയ്ക്കെതിരെയാണ് എന്നത് ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ഒരു പ്രതിനിധി സംഘത്തെ പല രാജ്യങ്ങളിലേക്ക് അയക്കുകയും നമ്മുടെ നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്തത്. എന്തുകൊണ്ട് പാകിസ്ഥാനോട് ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കേണ്ടി വന്നത് എന്നത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യം കൂടിയുണ്ട്. പാക് ജേർണലിസ്റ്റുകൾ സൃഷ്ടിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ ഇങ്ങനെയുള്ള പാക് നിലപാടെടുക്കുന്ന ആളുകളെ തന്നെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ രാഹുൽ ഗാന്ധി നോമിനേറ്റ് ചെയ്യുന്നത്. വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു നീക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടായി എന്നല്ലേ ഈ ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും നീലിമ, നല്ലൊരു ചോദ്യമാണ്. നല്ലൊരു നീലിമയുടെ ഭാഗത്തുനിന്നുള്ള നല്ല നരേറ്റീവാണ് ഇത്. ഭാരതം കുറെ നാളുകളായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഒരു നരേറ്റീവ് വാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെ ഡയറക്റ്റ് വാർ എന്നുള്ളതിന് പകരം ഇത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര തലത്തിലൊരു യുദ്ധവും കൂടി നടക്കുന്നുണ്ട്. ഇപ്പം മീഡിയയിലുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻസും ഈ ന്യൂസിന്റെ കാര്യത്തിൽ അത് നമുക്കറിയാം. പല മാധ്യമങ്ങളിലും ഈ പാകിസ്ഥാനി ആയിട്ടുള്ള അല്ലെങ്കിൽ പാക് അനുകൂലികളായിട്ടുള്ള പ്രവർത്തകര്, ദൃശ്യ മാധ്യമ പ്രവർത്തകര് ധാരാളമുണ്ട്. അത് എങ്ങനെയാണ് വന്നതെന്നും നമുക്ക് ചില പത്രത്തിലെങ്കിലും ചില മാധ്യമങ്ങളിലെങ്കിലും ഇപ്പൊ BBC പോലുള്ള പത്രങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഇന്ത്യ വിരുദ്ധതയും പലതവണ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അവർക്കെതിരെ പല നടപടികളും ഇന്ത്യ സർക്കാർ എടുത്തതാണ്. അപ്പോൾ വിദേശ മാധ്യമങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്. അത് തീർച്ചയായും ആ രാഷ്ട്രീയം അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കച്ചവടവുമായി, പ്രത്യേകിച്ച് ആയുധ കച്ചവടവുമായും അവിടുത്തെ ബിസിനസ് ശൃംഖലയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇന്ത്യക്ക് എതിരായി പ്രവർത്തിക്കുവാൻ കാരണം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മുഖ്യമായ ആയുധ വ്യാപാരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതെങ്കിലും അമേരിക്കൻ ബേസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ ആയുധ വ്യാപാരം ഒരുപക്ഷെ നമ്മൾ കുറച്ചെല്ലാം നിയന്ത്രിക്കുന്നത് കൊണ്ടും ബോയിങ്ങും അതേപോലെ മാർട്ടിൻ ഷീൽഡും പോലുള്ള ചില കമ്പനികളെങ്കിലും ഇന്ത്യയുമായി ആഗ്രഹിച്ചിരുന്ന കച്ചവടം ഫ്രാൻസിന്റെ റഫാലുമായി നടന്നതുകൊണ്ട് വന്ന വലിയ ഒരു സാമ്പത്തിക നഷ്ടവും റഫാലിന് ഇന്ന് കിട്ടിയ വലിയ അഡ്വാൻറ്റേജും അതുമൂലം ഉണ്ടാകുന്ന F-16 F-35 വരെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ വളരെയേറെ വലുതും നല്ലതും എന്ന് വിശ്വസിച്ചിരുന്ന അമേരിക്കൻ ബോംബറുകളുടെ അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഫൈറ്റുകളുടെ ഇന്നത്തെ ഒരു താരതമ്യേന കുറഞ്ഞുപോയ ഒരു മാധ്യമ ശ്രദ്ധയും ഇതെല്ലാം ഒരുപക്ഷെ ഇത്തരം അന്തർദേശീയ മാധ്യമങ്ങളുടെ പൊതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിയോ മതമോ അതല്ലെങ്കിൽ ഒരു ദേശീയതകളൊന്നും ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് വാർത്ത തരുന്നു എന്ന് നമ്മളെ ധരിപ്പിക്കുന്ന ഈ മാധ്യമങ്ങളുടെ ഒരു രഹസ്യ അജണ്ട കൂടിയാണ് അമേരിക്കൻ ആയുധങ്ങൾ ലോകത്താകമാനം വിൽപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയുള്ള വാർത്തകൾ നിറം പിടിപ്പിച്ചതും ഇന്ത്യൻ ആയുധങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് വാങ്ങിച്ച S-400 അതിനെ വളരെ രീതിയിൽ വിമർശിക്കുവാൻ അല്ലെങ്കിൽ അതിന് വേണ്ടുന്നത്ര ഒരു വിപുലമായ പ്രചരണം നൽകുവാൻ, അത് ഇന്ത്യയുടെ വിജയമായി കാണുവാൻ അത് സെലക്ട് ചെയ്തപ്പോൾ നമുക്കറിയാം അമേരിക്ക എത്രത്തോളം ശക്തമായിട്ടാണ് S-400 പോലുള്ള ഒരു മിസൈൽ സിസ്റ്റം നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അമേരിക്ക നമ്മളെ ശക്തമായിട്ട് എതിർത്തത് നമ്മൾ വലിയ എക്കണോമിക്കൽ ക്രൈസിസിലേക്ക് പോകും അല്ലെങ്കിൽ നമ്മളെ എക്കണോമിക്കലി ബാൻ ചെയ്യും ചിലത് എന്ന് വരെ പറഞ്ഞിരുന്നു. അത് മറ്റേ അണുബോംബ് സ്ഫോടനത്തിൽ നമ്മൾ പരീക്ഷിച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്നു തന്നെയാണ്. അതൊന്നും മഹാനായ അടൽജി പോലും അത് അംഗീകരിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം മാധ്യമങ്ങൾക്ക് ഒരു രഹസ്യ അജണ്ടയുണ്ട്.
അത് അമേരിക്കൻ ആയുധങ്ങളെ ലോകമെമ്പാടും വിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട. രണ്ട്, ഇന്ത്യ അത്രയൊന്നും മികച്ച ആയുധ ശ്രേണിയിലേക്ക് എത്തിയിട്ടില്ല എന്നും തങ്ങളുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിച്ചാലേ ഇന്ത്യക്കും നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ ചൈനയെ എതിർക്കാൻ പറ്റുകയുള്ളൂ, അത് റഫാലോ അതല്ലെങ്കിൽ ഫ്രാൻസിന്റെ റഫാലോ അതല്ലെങ്കിൽ സ്കാൽപ്പ് മിസൈൽ പോലെ ഇസ്രായേലിനെ നിന്ന് വാങ്ങിച്ചാലോ S-400 പോലെ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചാലോ നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള ഒരു രഹസ്യ അജണ്ടയും കൂടി വിൽക്കാനുള്ള ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കച്ചവടം നടക്കുന്നത്. ഒരു മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഭാഗവും കൂടിയാണ്.